നമസ്കാരം. +1 ആൻഡ് +2 ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റിരണ്ടാം പേജിൽ തന്നിരിക്കുന്ന കൊളാഷ് കാണുക. അവയ്ക്ക് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ വായിക്കുക. What do these pictures tell us about? Note down all the ideas that come to your mind about them. Share your thoughts with your friends. Collect ideas from them and enrich your understanding of the subject. ഈ ചിത്രങ്ങൾ എന്താണ് നമ്മോട് പറയുന്നത്? ഈ ചിത്രങ്ങൾ കാണുമ്പോൾ എന്തെല്ലാം ആശയങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. അവരുടെ ആശയങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക. ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അറിവ് വിപുലമാക്കുക. ഈ കൊളാഷ് പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത്രയും പുരോഗമിച്ചിട്ടും പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്നില്ല. അവ സംഭവിച്ചതിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനവും ഇന്നും വെല്ലുവിളികളായി തുടരുന്നു. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ദുരന്ത നിവാരണത്തെ പറ്റിയാണ്. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ൂറ്റി പേജിലെ റീഡ് ആൻഡ് റിഫ്ലക്ട് സെക്ഷൻ വായിക്കുക. Disasters, both natural and man-made, cause widespread damage and destruction. It is high time that we became aware of and equipped ourselves to face impending disasters. Here is an essay about disasters and their management in the Indian context. പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. നാം അവയെപ്പറ്റി ബോധവാന്മാരാകണം. അവയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും വേണം. ഇന്ത്യയിലെ പ്രകൃതി ദുരന്തങ്ങളെപ്പറ്റിയും ദുരന്ത നിവാരണത്തെപ്പറ്റിയുമുള്ള ഒരു ആർട്ടിക്കിൾ ഇവിടെ തന്നിരിക്കുന്നു. കേരളത്തിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായി. അനേകം പേർ അതിന്റെ ഇരകളായി. പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് എന്തെല്ലാം ദുരിതങ്ങളാണ് സമ്മാനിക്കുന്നത് എന്ന് നാം കണ്ടു. വിവിധ ഗവൺമെന്റ് ഏജൻസികളെ ഏകോപിപ്പിച്ച് രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്താം എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കി. ഇന്ത്യയിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഥവാ ദുരന്ത നിവാരണത്തെ പറ്റിയും ഈ ചാപ്റ്ററിൽ പറയുന്നു. ഈ ചാപ്റ്ററിന്റെ പ്രധാന പോയിന്റ്സ് വിശദീകരിക്കാം. പോയിന്റ് 1. The latest World Disaster Report suggests that disasters have increased both in frequency and intensity. ദുരന്തങ്ങളുടെ എണ്ണവും തീവ്രതയും കൂടിയിരിക്കുകയാണെന്ന് സമീപകാല വേൾഡ് ഡിസാസ്റ്റർ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പോയിന്റ് 2. In the case of both developed and developing countries, people are becoming more and more vulnerable to disasters of all types, which include earthquakes, floods, cyclones, landslides, droughts, accidents, plane crashes, forest fires, etc. വികസിത രാജ്യമായാലും വികസ്വര രാജ്യമായാലും അവിടുത്തെ ജനങ്ങൾ ഭൂകമ്പം, പ്രളയം, ചുഴലിക്കാറ്റ്, മണ്ണിടിച്ചിൽ, വരൾച്ച, അപകടങ്ങൾ, വിമാനാപകടങ്ങൾ, കാട്ടുതീ തുടങ്ങിയ ദുരന്തങ്ങളുടെ ഇരകളാകുന്നു. എല്ലാ രാജ്യങ്ങളിലെയും ആൾക്കാർ ഒന്നല്ലെങ്കിൽ മറ്റൊരു ദുരന്തം അനുഭവിക്കുന്നു. ഇവയിൽ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും ഉണ്ട്. പോയിന്റ് 3. Even though the progress in technology is helping human beings to reduce the impact of the disasters, it is still inadequate. ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ നമ്മെ സഹായിക്കുന്നു. പക്ഷേ അത് പോരാ. ഇപ്പോഴും ചുഴലിക്കാറ്റ് ഒഴിച്ചുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. പോയിന്റ് 4. There is a direct correlation between higher human development and better preparedness to manage disasters. The countries which have lower human development are more vulnerable to the risks of disasters and damage. ഉയർന്ന മാനുഷിക വികസനമുള്ള രാജ്യങ്ങളിൽ ദുരന്തങ്ങളെ നേരിടാൻ മികച്ച തയ്യാറെടുപ്പാണ് നടത്തുന്നത്. മനുഷ്യശേഷി വികസിച്ചിട്ടില്ലാത്ത രാജ്യങ്ങളിൽ ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കൂടുതലായിരിക്കും. ദുരന്ത നിവാരണം മെച്ചപ്പെടുത്താൻ മാനുഷിക വികസനം ഇനിയും ഉയരേണ്ടതുണ്ട്. പോയിന്റ് 5. Of all the disasters, floods are the most common. Drought is the deadliest, accounting for 48% of deaths due to natural disasters. വെള്ളപ്പൊക്കമാണ് ഏറ്റവും സാധാരണമായ പ്രകൃതി ദുരന്തം. ഏറ്റവും ഭീകരമായ ദുരന്തം വരൾച്ചയാണ്. പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ 48% വരൾച്ച മൂലമാണ്. പോയിന്റ് 6. India, due to its geographical location and geological formation, is highly prone to disasters. ഇന്ത്യയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും ഭൗമശാസ്ത്രപരമായ രൂപീകരണവുമാണ്. പോയിന്റ് 7. The northern region of India faces landslides, floods, droughts and earthquakes. ഇന്ത്യയുടെ വടക്കൻ പ്രദേശത്ത് മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, വരൾച്ച, ഭൂകമ്പം എന്നീ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. പോയിന്റ് 8. The eastern region is confronted with heavy floods, drought, heat waves, hailstorms, cyclones, heavy winds and earthquakes.
ഇന്ത്യയുടെ കിഴക്കൻ മേഖലകൾ പ്രളയം, വരൾച്ച, ഉഷ്ണതരംഗം, ഹിമവർഷം, ചുഴലിക്കാറ്റ്, ഭൂകമ്പം എന്നിവയെ അഭിമുഖീകരിക്കുന്നു. പോയിന്റ് 9. The northeastern region encounters floods, landslides and earthquakes. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഭൂകമ്പം എന്നിവ ഉണ്ടാകുന്നു. പോയിന്റ് 10. The western region is widely known for severe droughts, wind erosion of land and soil, floods and cyclones. This area is also prone to earthquakes. ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ കനത്ത വരൾച്ച, കാറ്റടിച്ച് മണ്ണ് നീങ്ങിപ്പോകൽ, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ് എന്നിവയുണ്ടാകുന്നു. ഇത് ഒരു ഭൂകമ്പ സാധ്യതാ മേഖല കൂടിയാണ്. പോയിന്റ് 11. The southern region is vulnerable to cyclones, sea erosion, tsunami and landslides. ഇന്ത്യയുടെ തെക്കൻ മേഖലയിൽ ചുഴലിക്കാറ്റ്, കടലാക്രമണം, സുനാമി, മണ്ണിടിച്ചിൽ തുടങ്ങിയവയുണ്ടാകുന്നു. പോയിന്റ് 12. The Indian coastal areas have faced some of the severe cyclones both along the eastern and the western coasts. ഇന്ത്യയുടെ കിഴക്കൻ പടിഞ്ഞാറൻ തീരമേഖലകളിൽ പലപ്പോഴും തീവ്രതയേറിയ ചുഴലിക്കാറ്റുകൾ വീശുന്നു. ഇവ തീരപ്രദേശത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നു. പോയിന്റ് 13. The tsunami of 2004 devastated a large portion of the coastal regions of Tamil Nadu, Kerala, Andhra Pradesh and the Andaman and Nicobar Islands. 2004 ഉണ്ടായ സുനാമി തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾ എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അനേകം പേർ മരിച്ചു. പോയിന്റ് 14. India has faced a number of disasters ranging from natural disasters to man-made disasters like the Bhopal Gas Tragedy in 1984. ഇന്ത്യയിൽ അനേകം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിൽ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുമുണ്ട്. 1984 ഭോപ്പാൽ വാതക ദുരന്തം മനുഷ്യനിർമ്മിത ദുരന്തത്തിന് ഉദാഹരണമാണ്. ഈ ദുരന്തത്തിൽ 3500ഓളം പേർ മരിച്ചു. മീഥൈൽ ഐസോസയനേറ്റ് എന്ന വാതകം ശ്വസിച്ച അനേകം പേർ പലവിധ വൈകല്യങ്ങളോട് ഇന്നും ജീവിച്ചിരിക്കുന്നു. പോയിന്റ് 15. India has witnessed some major disasters which include the Gujarat earthquake of 2001, the Mumbai-Gujarat floods 2005, the tsunami 2004, the Uttarkhand flashfloods and the hurricane Phailin in coastal Orissa and Andhra Pradesh in 2013. ഇന്ത്യയിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ ചിലത് ഇവയാണ്: 2001 ഗുജറാത്ത് ഭൂകമ്പം, 2005 മുംബൈ ഗുജറാത്ത് വെള്ളപ്പൊക്കം, 2004 സുനാമി, ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയം, 2013 ആന്ധ്രയുടെയും ഒറീസയുടെയും തീരങ്ങളോട് വീശിയടിച്ച ഫെയിലിൻ എന്ന ചുഴലിക്കാറ്റ്. പിന്നീട് 2015 ചെന്നൈ നഗരത്തിലും 2018 കേരളത്തിലും വെള്ളപ്പൊക്കമുണ്ടായി. പോയിന്റ് 16. When disaster strikes, the lifeline support systems, namely communication, power supply, water supply, drainage, etc. are damaged. Healthcare and hospitals are also put under severe stress. ദുരന്തമുണ്ടാകുമ്പോൾ അവശ്യ സേവനങ്ങളായ വാർത്താവിനിമയം, വൈദ്യുതി വിതരണം, ജലവിതരണം, ചവർ നീക്കം ചെയ്യൽ എന്നിവ തകരാറിലാകും. ആശുപത്രികൾക്ക് ജോലിഭാരം കൂടും. ആരോഗ്യ പ്രവർത്തകർ സമ്മർദ്ദത്തിലാകും. പോയിന്റ് 17. The psychological traumas caused by the disasters are sometimes so severe that they span the whole life of the victim. Therefore, along with other rehabilitation works, psychological rehabilitation should also be given due importance. ദുരന്തങ്ങൾക്കിരയാകുന്നവർ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. ഈ മാനസിക സംഘർഷം പലപ്പോഴും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കും. ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതോടൊപ്പം മനഃശാസ്ത്രപരമായ പുനരധിവാസത്തിനും പ്രാധാന്യം നൽകണം. ദുരന്തത്തിൽപ്പെട്ടൊരു വ്യക്തിക്ക് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടേക്കാം. ആ വിഷമം മറക്കാനും വീണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കൗൺസിലിംഗ് തുടങ്ങിയ മനഃശാസ്ത്ര പുനരധിവാസ പ്രവർത്തനങ്ങൾ അവരെ സഹായിക്കും. പോയിന്റ് 18. Whatever the disasters may be, the most affected are the poor sections of society who have to work daily to earn their livelihood. ദുരന്തങ്ങൾ എന്തു തന്നെയായാലും സമൂഹത്തിലെ പാവപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവർക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റാതെ വരുന്നു. നിത്യവരുമാനം മുടങ്ങുമ്പോൾ അവർ ദുരിതത്തിലാവുന്നു. പോയിന്റ് 19. In disasters like cyclones and earthquake, it is the building structure which becomes the cause of destruction and death. Most buildings in India are not constructed in accordance with the regulations laid down for ensuring safety and security. ചുഴലിക്കാറ്റ്, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കെട്ടിടങ്ങൾ തകർന്നാണ് നാശനഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ മിക്ക കെട്ടിടങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല നിർമ്മിച്ചിരിക്കുന്നത്. ചുഴലിക്കാറ്റും ഭൂകമ്പവും ഉണ്ടാകുമ്പോൾ അവ എളുപ്പം തകരുന്നു. അതിന്റെ ഫലമായി തകർന്ന കെട്ടിട ഭാഗങ്ങളുടെ അടിയിൽപ്പെട്ട് ആൾക്കാർ മരിക്കുന്നു. പോയിന്റ് 20. The lack of a master plan and the inferior quality of the materials used for construction also aggravate the casualties arising out of disasters. Therefore, both private and public buildings should be constructed according to the guidelines prescribed by law.
ഒരു മാസ്റ്റർ പ്ലാനിന്റെ അഭാവവും അല്പലാഭത്തിനു വേണ്ടി ഗുണനിലവാരം കുറഞ്ഞ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കുന്നതും ദുരന്ത സമയത്ത് കെട്ടിടങ്ങൾ പെട്ടെന്ന് തകരാൻ കാരണമാകുന്നു. അതുകൊണ്ട് പൊതു കെട്ടിടങ്ങളും സ്വകാര്യ കെട്ടിടങ്ങളും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ച് മാത്രം നിർമ്മിക്കാൻ ശ്രദ്ധിക്കുക. അപ്രകാരമാണെങ്കിൽ ചുഴലിക്കാറ്റ്, ഭൂകമ്പം എന്നിവയുണ്ടാകുമ്പോൾ കെട്ടിടങ്ങൾ തകരില്ല. അങ്ങനെ മരണങ്ങൾ കുറയ്ക്കാനായി സാധിക്കും. പോയിന്റ് 21. A monitoring mechanism must be set up in disaster-prone areas, which must act in proper coordination with the authorities concerned to ensure the fulfilment of building codes. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അവ കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരമാണോ നിർമ്മിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ ഒരു നിരീക്ഷണ സംവിധാനം ഒരുക്കണം. കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകുന്ന വകുപ്പുകളുമായി യോജിച്ച് ഈ നിരീക്ഷണ സംവിധാനം പ്രവർത്തിക്കണം. പോയിന്റ് 22. In the case of disaster management, the state governments play a major role, while the central government only plays a facilitating role. At the state level, there is a state-level disaster management committee. At the national level, there is a crisis management committee. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് ദുരന്ത നിവാരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ട സൗകര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു നൽകുന്നു. ദുരന്ത നിവാരണത്തിന് മേൽനോട്ടം വഹിക്കാനായി സംസ്ഥാനതല ദുരന്ത നിവാരണ സമിതിയുണ്ട്. മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ. വകുപ്പ് സെക്രട്ടറിമാരും ഗവൺമെൻറ് സംഘടനകളുടെ പ്രതിനിധികളും ഇതിൽ അംഗങ്ങളാണ്. ദേശീയ തലത്തിൽ ഒരു ദുരന്ത നിവാരണ സമിതി നിലവിലുണ്ട്. ക്യാബിനറ്റ് സെക്രട്ടറിയാണ് അതിൻ്റെ തലവൻ. പോയിന്റ് 23. The central government provides necessary support to the states, which includes services like airdropping, rescuing, searching, transport of relief goods, and availability of rail and ferry services, health personnel, and medical support. ദുരന്ത നിവാരണത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കേന്ദ്ര സർക്കാർ ആവശ്യമായ പിന്തുണ നൽകുന്നു. ഹെലികോപ്റ്ററിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യൽ, ദുരന്ത പ്രദേശത്ത് നിന്നും രക്ഷപ്പെടുത്തൽ, കാണാതായവരെ തിരയുക, ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുക, ട്രെയിൻ, ബോട്ട് സർവീസുകൾ ഉറപ്പാക്കുക, ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഉറപ്പുവരുത്തുക, വൈദ്യസഹായം എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളെ സഹായിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനം കൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ നടത്താൻ സാധിക്കുന്നു. പോയിന്റ് 24. Rehabilitation is an integral part of disaster management. The government cannot rely on normal procedures to implement appropriate responses. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ദുരിതബാധിതരുടെ പുനരധിവാസം. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് സാധാരണ സർക്കാർ നടപടികൾ കൊണ്ട് അതിനെ നേരിടാൻ സാധിക്കില്ല. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണമായ നടപടികൾ വേണ്ടിവരും. അതിനായി വിവിധ സർക്കാർ വകുപ്പുകൾ യോജിച്ച് പ്രവർത്തിക്കും. പോയിന്റ് 25. The rescue teams require special skills and attitudes dealing with the disasters. They need to be well equipped with the latest technologies. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന രക്ഷാപ്രവർത്തകർക്ക് പ്രത്യേക കഴിവുകളും സമീപനവും ആവശ്യമാണ്. അവരുടെ പക്കൽ ആധുനിക ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാകൂ. പോയിന്റ് 26. The whole purpose of disaster management is not to prevent these natural or man-made disasters. We may not be able to avert many of these disasters, but we can definitely mitigate their impact. ദുരന്ത നിവാരണത്തിൻ്റെ ഉദ്ദേശം പ്രകൃതി ദുരന്തങ്ങളെയോ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെയോ തടയുക എന്നതല്ല. മിക്ക ദുരന്തങ്ങളെയും നമുക്ക് തടയാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അവയുടെ പ്രഭാവം, മനുഷ്യരെ അവ ബാധിക്കുന്നതിൻ്റെ തീവ്രത എന്നിവ കുറയ്ക്കാൻ സാധിക്കും. പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ ഗവൺമെൻറ് ഏജൻസികളെ രക്ഷാപ്രവർത്തനത്തിനായി നമുക്കും സഹായിക്കാൻ സാധിക്കും. അതിൻ്റെ ആദ്യ പടി എന്നത് ദുരിതാശ്വാസ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ നടത്തിപ്പിലും ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിലും പൊതുജനത്തിന് വലിയ പങ്കുണ്ട്. ഇനി ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1. നോട്ട് മേക്കിംഗ്. You have read the essay Disasters and Disaster Management in India. Given below is an outline of the notes on this essay. Read the essay carefully again and complete the notes. Disasters and Disaster Management in India എന്ന ആർട്ടിക്കിളിനെ ബേസ് ചെയ്തുള്ള നോട്ട്സ് ഇവിടെ നൽകിയിരിക്കുന്നു. വിട്ടുപോയ നോട്ട്സ് പൂരിപ്പിക്കുക. ആൻസർ നൽകിയിട്ടുണ്ട്. നോട്ട് മേക്കിങ്ങിൻ്റെ ഒരു സാമ്പിൾ എക്സസൈസ് ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സിൻ്റെ ലിങ്കിനായി ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ കാണുക.
Activity 2. Writing a précis. You have read the essay and prepared notes on disasters and disaster management in India. Based on the notes you prepared, write a précis of the essay. A précis usually is 1/3 of the size of the original text. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ എന്ന ആർട്ടിക്കിളിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തല്ലോ. ഇതിനെ അടിസ്ഥാനമാക്കി ഈ ആർട്ടിക്കിളിന്റെ പ്രിസി തയ്യാറാക്കുക. ആർട്ടിക്കിളിന്റെ യഥാർത്ഥ നീളത്തിന്റെ 1/3 പ്രിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിസി എഴുതാനുള്ള ഒരു സാമ്പിൾ എക്സസൈസ് ഈ ചാപ്റ്ററിന്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആക്ടിവിറ്റി 3. തിങ്ക് ആൻഡ് റെസ്പോൺസ്. What are some of the disasters, natural or man-made and industrial, your locality has witnessed in the last 10 years? What were the impact of these disasters on man and nature? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിങ്ങളുടെ പ്രദേശം സാക്ഷ്യം വഹിച്ച പ്രകൃതി ദുരന്തം, മനുഷ്യനിർമ്മിത ദുരന്തം, വ്യാവസായിക ദുരന്തം എന്തെല്ലാം? മനുഷ്യനെയും പ്രകൃതിയെയും ഈ ദുരന്തങ്ങൾ എങ്ങനെ ബാധിച്ചു? Is your locality prepared to manage any potential disaster? If not, what precautions can be taken to prevent and manage possible disasters? ഒരു ദുരന്തം വന്നാൽ നേരിടാൻ നിങ്ങളുടെ പ്രദേശം സജ്ജമാണോ? അല്ലെങ്കിൽ ദുരന്തങ്ങളെ നേരിടാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കും? The author says that disaster management in India is the responsibility of the state and central governments. Do you agree with this view? Do you think that the people of our country have a role in preventing and managing disasters? ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ പൊതുജനത്തിന് ദുരന്ത നിവാരണത്തിൽ എന്തൊക്കെ പങ്ക് വഹിക്കാൻ സാധിക്കും? What do you think about the measures of rehabilitation that are adopted after each disaster? Do you think the measures are sufficient? ഓരോ ദുരന്തത്തിന് ശേഷവും സ്വീകരിക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ പ്രവർത്തനങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ? ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങൾ ഈ ചാപ്റ്ററിന്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സിന്റെ ലിങ്കിനായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണുക. ആക്ടിവിറ്റി 4. എക്സ്പ്ലോർ ദ റൂട്ട്സ്. Disaster and disastrous originate from the Greek word astron, which means star. In ancient times, it was believed that the stars shaped human destiny. Any misfortune or calamity therefore happened to someone because the stars were not favorable. The prefix "dis" here means against. Here is a list of words which are derived from the Greek root astron. All these words are related to stars. Find out the meaning of these words. താഴെ തന്നിരിക്കുന്ന വാക്കുകളുടെ റൂട്ട് ഗ്രീക്ക് വാക്കായ ആസ്ട്രോൺ ആണ്. ഡിക്ഷണറിയുടെയോ നെറ്റിന്റെയോ സഹായത്തോടെ ഈ വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കുക. ആക്ടിവിറ്റി 5. Crossword puzzle. Here is a crossword puzzle about natural calamities. Use the clues below to solve the puzzle. പ്രകൃതിക്ഷോഭങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പദപ്രശ്നം തന്നിരിക്കുന്നു. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് അത് പൂർത്തീകരിക്കുക. ആൻസേഴ്സ് നൽകിയിരിക്കുന്നത് കാണുക. Activity 6. Projects. The author says that of all the disasters, floods are the most common. India, China, and Bangladesh are the most affected by floods. In Kerala also, we experience floods during the monsoon. The water levels of rivers rise, flooding cities and towns. What are the reasons for this flooding? Investigate the reasons for flooding in your locality. Write a report of your findings. Make an ICT-assisted presentation. നിങ്ങളുടെ പ്രദേശത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെപ്പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ICT ഉപകരണങ്ങളുടെ സഹായത്തോടെ അതിൻ്റെ ഒരു പ്രസന്റേഷൻ നിർമ്മിക്കുക. ആക്ടിവിറ്റി 7. Collection. We are highly vulnerable to many natural disasters. While some fail to act in the moment of crisis or become victims of these disasters, some others rise up to the occasion and help the victims. Here is a newspaper report about 4 children who won bravery awards for their timely and heroic action in a moment of crisis. Collect such newspaper reports and discuss with your friends how children can act timely in moments of crisis. ധീരതയ്ക്കുള്ള അവാർഡ് നേടിയ 4 കുട്ടികളെ പറ്റിയും അവർക്ക് അവാർഡ് നേടിക്കൊടുത്ത പ്രവർത്തികളെ പറ്റിയും ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് കാണുക. ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ ശേഖരിക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കുട്ടികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുക. ഇന്ത്യയിലെ പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയും ദുരന്ത നിവാരണത്തെ പറ്റിയും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. ഈ ചാനലിലെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങളുടെ +1, +2 VHSC സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിലും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.